ഗുഡ് മോർണിംഗ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ബാക്ക് ടു റൊട്ടീൻ. കുട്ടികളുടെ സ്കൂളൊക്കെ തുടങ്ങി, എല്ലാവരും പോവാൻ തുടങ്ങി. സോ ബാക്ക് ആ ഒരു റൊട്ടീനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ എല്ലാവരും അഷ്ടമി രോഹിണിയൊക്കെ ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെ വീട്ടിലും എല്ലാം ഭംഗിയായി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെയും അതേപോലെയൊക്കെ തന്നെ എവറിത്തിങ് എല്ലാം നന്നായി കഴിഞ്ഞു കേട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രഹാരങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചായയുടെ കൂടെയൊക്കെയാണ് കഴിക്കുക. നമുക്കതൊരു ഡിന്നറായിട്ടുള്ള രീതിയിലോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിലോ നമുക്ക് കഴിക്കാവുന്നതാണ്. അടപൂരി എന്നാണ് അതിനെ പറയുന്നത്. കാണാനും കഴിക്കാനും ആ ടേസ്റ്റും ഒക്കെ നമ്മുടെ അടദോശ പോലെ ഉണ്ടെങ്കിലും സംഭവം പൂരി പോലെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു അടപൂരി തന്നെയാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ യെസ്, മോർണിംഗ് റഷ് ആണ്. അപ്പോൾ എന്താണ് പറയുക, ഇത് രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഞാൻ രാവിലെ ഇൻട്രോ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വാങ്ങ പാക്കലാം അടപൂരി. ഓക്കെ, സൂപ്പറാ இருக்கும். അപ്പോൾ ഇതാണ് അടപൂരി എന്ന് പറയുന്നത്. എത്ര പേര് ഇത് ഉണ്ടാക്കാറുണ്ട്, എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് പലഹാരമായിട്ട്, അതായത് 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അടപൂരി നമ്മൾ ചെയ്യണതിന് മുമ്പ് ഒരു 8 മണിക്കൂർ മുമ്പ് ഞാനിവിടെ 1 കപ്പ് ഇഡ്ഡലി അരി എടുത്തിട്ട് അതേപോലെ തന്നെ 1/2 കപ്പ് തുവരപ്പരിപ്പ്, ഞാൻ മസൂർ ദാളാണ് എടുത്തിരിക്കുന്നത്, 1/2 കപ്പോളം നമ്മുടെ കടലപ്പരിപ്പ്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 8 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. ഇനി നമുക്ക് 8 മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞതിന് ശേഷം അതിനെ വാർക്കാൻ വയ്ക്കുക, അതായത് വെള്ളം വാരാൻ വയ്ക്കുക. ഇനി എന്താ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു അരപ്പ് ഉണ്ടാക്കണം. ഇനി നമുക്ക് എന്തൊക്കെ ചതച്ചെടുക്കണം എന്ന് നോക്കാം. മിക്സി ജാറിൽ 1 സ്പൂണ് ജീരകം, 1/2 സ്പൂണ് ചതച്ച ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, വലിയ ഉള്ളി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുക. നന്നായിട്ട് മഷി പോലെ അരക്കരുത്, സമ്മന്തി പോലെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ ആയിട്ടുള്ളൂ. ഇനി വേണ്ടത് ഒരു 4-5 സ്പൂണോളം തേങ്ങ, വെറുതെ തേങ്ങ അതേ മിക്സിയിലിട്ടിട്ട് ഒന്ന് തിരിച്ച് ഒതുക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ 8 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം വാരാൻ വെച്ചിട്ടുള്ള ഈ ഒരു അരിയും പരിപ്പും കടലപ്പരിപ്പും കൂടിയിട്ടുള്ളത് വെള്ളമില്ലാതെ, ഓക്കെ, വെള്ളമില്ലാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നിങ്ങൾക്ക് ഇൻ കേസ് മിക്സി തിരിയണില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലേശം വെള്ളം ഒഴിച്ചാൽ മതി. അതല്ലാത്ത പക്ഷം വെള്ളമില്ലാതെ കട്ടിക്ക് വേണം എടുക്കാൻ. എന്ന് വെച്ചാൽ നമുക്ക് പൂരി അതായത് തട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ആയിരിക്കണം. ഇനി നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ തേങ്ങയും ഉള്ളി മിക്സും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പല രീതിയിൽ ഇത് എങ്ങനെയാണ് തട്ടണ്ട് എന്നുള്ളതാണ്. പൂരി തട്ടണമല്ലോ, അപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ സാധാരണ പോലെ പരത്താൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് തട്ടണ്ട് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. എണ്ണ വെച്ചിട്ടുണ്ട്. ഒരു നല്ല ഈറനായിട്ടുള്ള ഒരു തുണി എടുക്കുക. ഓക്കെ, മുണ്ട് വേഷ്ടിയൊക്കെ ഉള്ള പോലെയുള്ള കോട്ടൺ തുണി എടുത്തിട്ട് ഒരു ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ഒരു ഉരുള എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ തട്ടി കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇടാം. ഓപ്ഷൻ 1, 2, 3, 4 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏത് ഓപ്ഷനാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്തോളൂ. ഇത് ഒരു ഓപ്ഷൻ, ഗ്ലാസിൻ്റെ മുകളിലേക്ക് തുണി വെച്ചിട്ട് തട്ടിയിട്ട് എണ്ണയിലേക്ക് ഇടുന്നത് 1 ഓപ്ഷൻ. ഇനി കുറച്ച് പരന്ന് വേണം, കുറച്ച് വലിയ പൂരി വേണമെങ്കിൽ ഒരു വലിയ ഡവറ എടുക്കുക. എന്നിട്ട് ആ ഈറൻ തുണിയെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. നന്നായിട്ട് ആ ഡവറ കവർ ചെയ്തിട്ട് എവിടെയും ചുക്കും ചുളിവും ഒന്നും ഇല്ലാതെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഉരുണ്ട എടുക്കുക. ഒരു ഉരുണ്ട എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചിട്ട് ഇനിയും നന്നായിട്ട് വലുതാക്കണ പോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഡവറയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇടാൻ പറ്റും. ദാറ്റ് ഈസ് അനദർ മെത്തേഡ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, കയ്യിൽ ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, ഡവറയും വേണ്ട, ഗ്ലാസും വേണ്ട എന്നുണ്ടെങ്കിൽ ഇതേ ഈറൻ തുണിയെ നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പരത്തുക. ഓക്കെ, നല്ല പോലെ പരത്തിയിട്ട് ഓരോന്നോരോന്നായിട്ടുള്ള രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇടാം. ഇതപ്പോൾ ഞാൻ ഇടണ പോലെ. ഇതും ഒരു മാർഗ്ഗമാണ്.
പല രീതിയിൽ കാണിച്ചു തരുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇനി വേറെ, അതായത് ഇപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഏതാണോ എനിക്ക് സൗകര്യം, ഞാൻ ചിലപ്പോൾ കൈ കൊണ്ട് ചെയ്യും, ഗ്ലാസ് കൊണ്ട് ചിലപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഗ്ലാസ് കൊണ്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഓരോ പൂരിയായിട്ടാണ് ഇട്ടിട്ട് എടുക്കുന്നത്. ബിക്കോസ് ഒരു പൂരി ഇട്ടിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ അത് തന്നെ സ്വയം മുകളിലേക്ക് വന്നിട്ട് നന്നായിട്ട് അപ്പുറം ഇപ്പുറം ഒന്നും നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം. ബിക്കോസ് ഇതിൽ പരിപ്പും അരിയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ ഇതുപോലെ അപ്പുറവും ഇപ്പുറവും നല്ലപോലെ മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവണ സമയത്ത് ഇങ്ങനെ ബുസ്ക് എന്നുള്ള രീതിയിലുള്ള പൂരിയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂടുതലാണ്, നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ കൂടുതലാണ്, നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന തുണി ഉണ്ടല്ലോ, ഈറൻ തുണി, ഈ പറയുന്ന ഈറൻ തുണിയെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് പരത്തുക. നന്നായിട്ട് അങ്ങോട്ട് വിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തട്ടിപ്പരത്തി വെക്കുന്ന പോലെ, നമ്മുടെ ഇത് വെക്കുന്ന പോലെ, എന്താ പറയുക, തേങ്ങാവടയൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. സോ ഞാൻ പല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഗ്ലാസ് മെത്തേഡ് ആണെങ്കിൽ അങ്ങനെ, അല്ല ഒരു ഡവറ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, കൈ കൊണ്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ല മൊത്തത്തിൽ പരത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇനി ഇതിനൊരു സൂപ്പർ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞുതരാം. ചട്നി സൂപ്പറായിരിക്കും, അതല്ലാതെ ശർക്കരയും നെയ്യും അമേസിങ് കോമ്പിനേഷനാണ്. 2 സ്പൂൺ ശർക്കര, 1.5 സ്പൂണോളം നെയ്യ് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതും കൂട്ടിയിട്ട് അങ്ങോട്ട് ചൂടോടെ അങ്ങോട്ട് കഴിച്ചു നോക്കൂ. അടപൂരിയും മറ്റേ ശർക്കരയും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ അമേസിങ് ആണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഉള്ളിൽ ഇങ്ങനെ പൊള്ളയായിരിക്കും, അത് മാത്രമല്ല തുറക്കുമ്പോൾ തന്നെ ആടറ സ്മെല്ല് വരും. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോളൂ. കൽപ്പാത്തി മാതിരിയുള്ള അഗ്രഹാരങ്ങളിൽ വൈകുന്നേരം 4 മണിക്ക് ചായ കൂടെ കാപ്പി കൂടെ പണ്ട പലഹാരമാക്കും. എവിടെ ഇருக்கு ഡിന്നർക്ക്. ഇൻ ദ ഹൈലൈറ്റ് ഓഫ് ദ ഡിഷ് ഈസ് ആരും വിചാരിക്കാത്ത ഈ ഒരു സംഭവം. ഇത് പിന്നെ പാർലി ഗ്രാമത്തിന് പോകുമ്പോഴേ അവിടുത്തെ മാമിമാർ ചിലപ്പോൾ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ കൂടെ ചട്നി അല്ലെങ്കിൽ ശർക്കരയും നെയ്യും, ഏറ്റവും സൂപ്പർ കോമ്പിനേഷൻ ശർക്കരയും നെയ്യുമാണ്. എന്താണെന്ന് അറിയാണ്ട് കഴിക്കുന്ന ആൾക്കാരാണ് അവിടെ. Winnie's Kitchen.